ഒരു ഇടവേളയ്ക്ക് ശേഷം തിരുവനന്തപുരം എം പി ഡോക്ടർ ശശി തരൂർ ഒരടി അടിച്ചിരിക്കുകയാണ്. ഇക്കുറി അദ്ദേഹം ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ദിരാഗാന്ധി, സഞ്ജയ് ഗാന്ധി കുടുംബത്തെ തന്നെയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. കൃത്യമായ ചില സന്ദേശങ്ങൾ നൽകുന്നു. ശശി തരൂർ നേരത്തെ തന്നെ ഒരു തീരുമാനമെടുത്തു. ഈ തീരുമാനം ഒരു പുതിയൊരു പാർട്ടിയുടെ രൂപവൽക്കരണത്തിലേക്ക് പോലും നയിച്ചേക്കും എന്ന തരത്തിൽ ചില വിലയിരുത്തലുകൾ വരുന്നുണ്ട്. എന്തെങ്കിലും സാധ്യത താങ്കൾ കാണുന്നുണ്ട്? അല്ല, ഇതിനകത്തെ കോൺഗ്രസ്സുകാർ ശശി തരൂരിനെതിരെ പറയുന്ന 2-3 വിമർശനങ്ങളുണ്ട്. അതിൽ നമ്പർ 1, അദ്ദേഹം ഈ നെഹ്റു കുടുംബത്തിനെതിരെ സംസാരിക്കുന്നു എന്നുള്ളതാണ്. അത് ചരിത്രബോധമില്ലാത്തതുകൊണ്ട് പറയുന്നതാണ്. 1977 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കോൺഗ്രസിനകത്ത് ഇന്ദിരാഗാന്ധി പുറത്താകേണ്ട സ്ഥിതി വന്നപ്പോൾ, സംഘടനാ കോൺഗ്രസ് ഓർഗനൈസേഷൻ വന്നപ്പോൾ, അന്നത്തെ കോൺഗ്രസ് നേതാവായിരുന്ന DS ബറുവ പറഞ്ഞത് ഇന്ദിരയാണ് ഇന്ത്യ, ഇന്ത്യയാണ് ഇന്ദിര. അതേ ബറുവ അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇന്ദിരാഗാന്ധി ഏഷ്യയാണെന്ന് പറഞ്ഞു, ഇന്ത്യൻ ഏഷ്യയാണെന്ന് പറഞ്ഞു. അടിയന്തരാവസ്ഥയെ അതിശക്തമായിട്ട് എതിർത്ത ആളുകളാണ് വയലാർ രവിയും AK ആന്റണി. അവർ പറയാവുന്ന ചീത്തയൊക്കെ ഇന്ദിരാഗാന്ധിയെ പറഞ്ഞു. അവസാനം തിരിച്ച് മടങ്ങിയെത്തിയല്ലോ. ഇനി സമകാലിക രാഷ്ട്രീയം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ, ഡിക്കുണ്ടാക്കിയപ്പോൾ മുരളീധരൻ സോണിയാഗാന്ധിയെ വിളിച്ച മദാമ ഗാന്ധി എന്നാണ്, അഹമ്മദ് പട്ടേലിനെ വിളിച്ച അലൂമിനിയം പട്ടേൽ എന്നാണ്. അപ്പോൾ കോൺഗ്രസ്സിലെ ഇവർക്ക് മുരളീധരന് പറയാം, വയലാർ രവിക്ക് പറയാം, ആൻ്റണിക്ക് പറയാം. അതേസമയം ശശി തരൂർ പറഞ്ഞ ഉടനെ പ്രശ്നമാകും എന്ന് പറയുന്നതിനകത്ത് കാര്യമില്ല. കാരണം ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥയുടെ പേരിൽ വിമർശിച്ചത്, ഏറ്റവും ശക്തമായി വിമർശിച്ചത് കോൺഗ്രസ്സുകാർ തന്നെയാണ്. പിന്നീട് മറ്റേ ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരൊക്കെ ഇന്ന് കംഫർട്ടബിളായിട്ട് കോൺഗ്രസ്സിലുണ്ട്. പിൽക്കാലത്ത് അവർ ചിലർ മുഖ്യമന്ത്രിമാരായി, ചിലർ MP മാരായി, കേന്ദ്രമന്ത്രിയായി, ഇതൊക്കെ സംഭവിച്ചല്ലോ. അപ്പോൾ ശശി തരൂർ അവരൊക്കെ പറഞ്ഞൊരു കാര്യം കുറച്ചുകൂടെ വളരെ പൊളൈറ്റായിട്ട് ശശി തരൂർ പറഞ്ഞു എന്നേ ഉള്ളൂ. അടിയന്തരാവസ്ഥ കാലത്ത് അതിക്രമം നടന്നു എന്നുള്ളത് ആർക്കും അറിയാത്തത്. അത് ശശി തരൂർ പറഞ്ഞതുകൊണ്ട് മാത്രം എന്താ പ്രത്യേകത വരുന്നത്? താങ്കളുടെ പോയിന്റ് ക്ലിയർ ആണ്. അത് താങ്കൾ അതിൻ്റെ മെറിറ്റിലേക്ക് നമുക്ക് പിന്നീട് വരാം. തരൂർ ആവർത്തിച്ച് ഇങ്ങനെയുള്ള സത്യങ്ങൾ അല്ലെങ്കിൽ അപ്രിയ സത്യങ്ങൾ പറയുന്നു. എന്താണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ, എന്താണ് അദ്ദേഹം സ്വന്തം പാർട്ടി അല്ലെങ്കിൽ സ്വന്തം പ്രസ്ഥാനത്തെ തന്നെ പ്രസ്ഥാനത്താക്കിക്കൊണ്ട് ഇത്തരം കമൻറ്റുകൾ പറയുന്നത് എന്നുള്ളതാണ് ചോദ്യം. അദ്ദേഹത്തിൻ്റെ ഉള്ളിലിരിപ്പ് ഒരു പുതിയ പാർട്ടിയിലേക്ക് നയിക്കുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം. ശശി തരൂരിന് 2-3 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമ്പർ 1, കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് തന്നെ ശശി തരൂർ പട നയിക്കാം. കാരണം കോൺഗ്രസ്സിൽ എല്ലാവരും സംതൃപ്തരല്ല. അത് ശശി തരൂർ മാത്രമല്ല, സൽമാൻ ഖുർഷിദ് സംതൃപ്തനല്ല. ഒരുപാട് പേര്, പ്രത്യേകിച്ച് KC വേണുഗോപാൽ പാർട്ടി ഹൈജാക്ക് ചെയ്തു എന്ന് വിചാരിക്കുന്ന നേതാക്കന്മാർ സൗത്ത് ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലും ഉണ്ട്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യക്കാരന് കേരളീയനെ സഹിക്കാൻ പറ്റില്ല, അവൻ മദ്രാസി എന്നാണ് പറയുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം KC വേണുഗോപാലിൻ്റെ ആധിപത്യം അവരിൽ ഒരുപാട് അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. നമ്പർ 1, കോൺഗ്രസിനകത്ത് ഉയർന്നു വരുന്ന അസംതൃപ്തി അത് മുതലെടുത്ത് കോൺഗ്രസിനകത്ത് നിന്ന് ശശി തരൂർ ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കിടന്ന് കരയാമെന്നേ ഉള്ളൂ. ശശി തരൂർ അത് പറയരുത്, ഇത് പറയരുത് എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ അത് കിടന്ന് കരഞ്ഞോട്ട് പോകും. ശശി തരൂർ അതങ്ങ് അവഗണിക്കുകയും ചെയ്യും. ശശി തരൂരിനെ ഇവർ വിമർശിക്കുകയും കോൺഗ്രസ് നേതൃത്വം ഒരു നിസ്സഹായ അവസ്ഥയിൽ ശശി തരൂരിനെ കണ്ടുകൊണ്ട് നിൽക്കുകയും ചെയ്യുമ്പോൾ തന്നെ ശശി തരൂർ അനുദിനം ശക്തനാകുകയാണ്. ശശി തരൂരിനെ നമ്മൾ വിലയിരുത്തേണ്ടത്, മല്ലികാർജുന ഖാർഗെക്കെതിരായിട്ട് മത്സരിക്കാൻ ധൈര്യം കാണിച്ച ആളാണ് ശശി തരൂർ. മല്ലികാർജുന ഖാർഗെക്കെതിരെ അദ്ദേഹം മത്സരിച്ചപ്പോൾ ഇവിടെ എല്ലാവരും ഖാർഗെയോട് വന്നപ്പോഴും കേരളത്തിൽ ശശി തരൂർ നോട്ട് കിട്ടി. ശശി തരൂരിൻ്റെ വോട്ട് ബേസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കിട്ടുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്നതാണ്. അല്ലാതെ സോണിയാഗാന്ധിയുടെ കാൽക്കൽ അന്തസ്സിനെ സമർപ്പിച്ചോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ പെട്ടിയെടുത്തുകൊണ്ട് നടന്നോ ഒന്നുമല്ല ശശി തരൂർ ഇതൊന്നും നേടിയിട്ടുള്ളത്. ശശി തരൂരിനെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾ കാണുന്ന വ്യത്യസ്തനായ ഒരു നേതാവായിട്ട്, അതായത് സാധാ ഈ കാര്യസ്ഥന്മാരുടെ കൾച്ചറല്ല അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ അദ്ദേഹം കോൺഗ്രസിനകത്ത് നിന്ന് ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ അത് കോൺഗ്രസിനകത്ത് വലിയ ഒരു പ്രശ്നം. കാരണം അനുദിനം ഇത് സ്നോ ബോളിങ് പോലെ ആവും. അസംതൃപ്തരെ എല്ലാം ശശി തരൂർ കൂടെ നിർത്തും. പിന്നെ കോൺഗ്രസിൻ്റെ രണ്ടാമതെന്ന മാർഗം ശശി തരൂരിനെ പുറത്താക്കാം. എന്തിനാണ് ശശി തരൂരിനെ പുറത്താക്കിയത്? ശശി തരൂരിനെ പുറത്താക്കുന്നതിന് 2 കാരണമുണ്ട്. ഒന്ന്, അടിയന്തരാവസ്ഥയെ, അതാണല്ലോ ഇവരുടെ ആർഗ്യുമെൻറ്റ്. അടിയന്തരാവസ്ഥയെ വിമർശിച്ചു എന്നുള്ള നിലയിൽ ശശി തരൂരിനെ പുറത്താക്കുന്ന ആരാണ്? അടിയന്തരാവസ്ഥയെ അതിരൂക്ഷമായി വിമർശിച്ച പഴയ ആന്റണി കോൺഗ്രസ്സുകാരനത് പറയാനൊക്കും, മുരളീധരനത് പറയാനൊക്കും, പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് പ്രസക്തമായൊരു കാര്യമല്ല. പിന്നീട് ശശി തരൂരിനെ പുറത്താക്കാൻ പറ്റുന്ന ഒരു കാര്യം, നരേന്ദ്രമോദി പറഞ്ഞനുസരിച്ച് അമേരിക്കൻ ഐക്യനാടുകളിൽ പോയി ഇന്ത്യയുടെ നിലപാട് വിശദീകരിച്ചു. അപ്പോൾ ഈ രാഹുൽ ഗാന്ധി കൊടുത്ത ലിസ്റ്റും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തയ്യാറാക്കിയ ലിസ്റ്റും നമ്മൾ കണ്ടതാണ്. രാഹുൽ ഗാന്ധി കൊടുത്ത ലിസ്റ്റിനകത്ത് നാട്ടുകാരറിയുന്ന ഒരു കോൺഗ്രസ്സുകാരനുമില്ല. അപ്പോൾ അമേരിക്കയിലേക്ക് പോകുമ്പോഴേ രാഹുൽ ഗാന്ധിയോട് സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ അദ്ദേഹം മല്ലികാർജുന ഖാർഗെ സെലക്ട് ചെയ്യും, രാജ്മോഹൻ ഉണ്ണിത്താനെ സെലക്ട് ചെയ്യും, പിന്നെ കൊടിക്കുന്നിൽ സുരേഷിനെ സെലക്ട് ചെയ്യും. അവരൊക്കെ നല്ലതാണ്. പുത്തരിക്കണ്ടം മൈതാനത്തിലോ കർണാടകത്തിലോ ഒക്കെ നല്ല ആളുകളാണ്. അമേരിക്കയിൽ പോയി പറയണമെങ്കിൽ ഇത് മതിയോ? അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം അവിടെയാണ്.
ഗവൺമെൻറ് സെലക്ട് ചെയ്തതിനകത്ത് കൃത്യമായിട്ട് ലിസ്റ്റ് എടുത്ത് നോക്കിക്കോളൂ. സദാദുദ്ദീൻ ഒവൈസി, അദ്ദേഹം പിന്നെ ഗവൺമെൻറ്റിൻ്റെ ശക്തമായിട്ട് എതിർക്കുന്ന ആളല്ലേ. സൽമാൻ ഖുർഷിദ് പഴയ വിദേശകാര്യമന്ത്രിയല്ലേ. ജോൺ ബ്രിട്ടാസ് CPM-ൻ്റെ നേതാവല്ലേ. ഇവരൊരു നല്ല ടീമല്ലേ. ഇവരെയൊക്കെ നമുക്ക് രാഷ്ട്രീയമായിട്ട് എതിർക്കാം, പക്ഷേ അവരുടെ പാർലമെൻറ്റിലെ അവരുടെ പെർഫോമൻസ് മോശമാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് എപ്പോഴും എൻ്റെ ഒരു അഭിപ്രായം, അന്ന് ആ സെലക്ട് ചെയ്തതിനകത്ത് കേരളത്തിൽ നിന്നും പ്രേമചന്ദ്രനെ കൂടെ സെലക്ട് ചെയ്യേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം അദ്ദേഹം നല്ലൊരു പാർലമെൻറ്റേറിയനാണ്. RSP എന്ന് പറയുന്നത് ചെറിയ പാർട്ടി, പക്ഷേ അതൊരു പാർലമെൻറ്റേറിയൻ. എന്തായാലും ശരി, നല്ലൊരു ടീമിനാണ് ഗവൺമെൻറ് എടുത്തത്. അപ്പോൾ അതിൻ്റെ പേരിൽ ശശി തരൂരിനെ പുറത്താക്കാൻ കഴിയുമോ? അതാണ് രണ്ടാമത്തെ ചോദ്യം. അപ്പോൾ ശശി തരൂരിനെ പുറത്താക്കാൻ കോൺഗ്രസ്സിന് വ്യക്തമായ ഒരു റീസൺ പറയാനില്ല. എന്ന് വെച്ചാൽ കോൺഗ്രസ് ശരിക്കും ഡെഡ് ലോക്കിലാണ്. ശശി തരൂരിനെ പാർട്ടിക്കകത്ത് നിർത്തിയാൽ പാർട്ടിയിലെ അസംതൃപ്തരെ ഘട്ടം ഘട്ടമായിട്ട് ശശി തരൂർ അദ്ദേഹത്തിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരും. ഏറ്റവും തന്ത്രപൂർവ്വം ശശി തരൂർ പറഞ്ഞൊരു കാര്യം, ഒരു കാരണവശാലും താൻ BJP-യിലേക്കില്ല. അങ്ങനെ പറയുമ്പോഴാണ് സൂക്ഷിക്കേണ്ടത്. കാരണം കോൺഗ്രസിലേക്കില്ല അല്ലെങ്കിൽ ഇന്ന പ്രസ്ഥാനത്തിലേക്കില്ല എന്നൊരു നേതാവ് പറഞ്ഞിട്ടുണ്ടോ, പിറ്റേ ദിവസം ആ പ്രസ്ഥാനത്തിൽ പോയി ചേക്കേറിയിട്ടുണ്ടോ, അതാണ് ചരിത്രം. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇനി BJP-യിലേക്ക് ഇല്ല എന്ന് തരൂർ പറയുമ്പോൾ നാളെ അദ്ദേഹം ഉറപ്പായും BJP-യിലേക്ക് തന്നെ പോകും എന്ന് അനുമാനിച്ചാൽ തെറ്റ് പറയാൻ സാധിക്കും. പറയാം. കാരണം വെച്ചാൽ BJP-യിലേക്ക് ഇല്ല എന്ന് കേരളത്തിലെ ഉപജീവനത്തിൻ്റെ രാഷ്ട്രീയം നടത്തുന്ന ഒരുത്തം പറഞ്ഞാൽ അത് നമ്മൾ വിശ്വസിക്കുന്നുണ്ടായില്ല. ഈ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എത്ര ആളുകളെ ഈ പൊതുസമൂഹം അവൻ്റെ വാക്കിൻ്റെ വിലയുടെ അടിസ്ഥാനത്തിൽ കൊടുക്കുന്നത്, അതൊന്നും വലിയ കാര്യം. പക്ഷേ ശശി തരൂർ ഇല്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും നമ്മൾ ധരിക്കുന്നത് BJP-യിലേക്കില്ല എന്ന് തന്നെയാണ് ധരിക്കുന്നത്. നമ്മൾ അങ്ങനെയൊക്കെയാണ് ധരിക്കുന്നതെന്ന് ശശി തരൂരിന് അറിയുകയും ചെയ്യാം. ഒരുപക്ഷെ BJP-യിൽ പോകാൻ അദ്ദേഹം തയ്യാറാകും എന്ന് ഞാൻ കരുതുന്നില്ല. BJP-യിലേക്കാണ് ശശി തരൂർ പോകുന്നതെങ്കിൽ അദ്ദേഹം ചെറുതാകത്തേ ഉള്ളൂ. ഈ ഒരു തോന്നലുള്ള ആൾക്കാർ തന്നെയാണ് അദ്ദേഹം പുതിയൊരു പാർട്ടി ഫോം ചെയ്യും എന്ന് പോലും പറയുന്നു. ചില കിംവദന്തികൾ പാർലമെൻറ്റ് സ്ട്രീറ്റിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ നമുക്ക് അനുമാനിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പരിഗണിക്കുകയാണെങ്കിൽ മഹാരാഷ്ട്ര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചില പ്രസ്ഥാനങ്ങൾ പണ്ടത്തെ കോൺഗ്രസിൻ്റെ ഭാഗമായ ഇപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മഹാരാഷ്ട്രയിൽ രാഷ്ട്രീയ ശക്തികളായി നിൽക്കുന്നവരോടൊപ്പം ചില സമസ്യകൾ ഉണ്ടാക്കി അവരോടൊപ്പം ചേർന്നുകൊണ്ട് അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കും എന്നൊക്കെ പറയുന്നു. എന്തെങ്കിലും സാധ്യത കാണുന്നുണ്ടോ? നല്ല സാധ്യതയുണ്ട്. ഒന്നാമത്തെ കാര്യം, ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് സാഹചര്യത്തിൻ്റെ സൃഷ്ടിയാണ്. നമുക്ക് കൃത്രിമമായ ഒരു സാഹചര്യം ഉണ്ടാക്കി ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയാലും നിൽക്കില്ല. ഒരു രാഷ്ട്രീയ സാഹചര്യം, ഉദാഹരണത്തിന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൽ നിന്നാണ്. അപ്പോൾ സോഷ്യലിസ്റ്റുകൾക്ക് കമ്മ്യൂണിസ്റ്റുകളായിട്ട് മാറാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഐഡിയോളജിയിൽ ചെറിയ ഡിഫറൻസൊക്കെ അല്ലേ ഉള്ളൂ. അങ്ങനെയാണ് വരുന്നത്. കോൺഗ്രസ്സിൽ തന്നെ ചില ലോബികൾ വളർന്നു വന്നപ്പോഴാണ് കേരള കോൺഗ്രസ് ഉണ്ടായത്. കേരള കോൺഗ്രസ് ഉണ്ടാക്കിയത് ആരാണ്? മന്നത്ത് പത്മനാഭനും കത്തോലിക്ക സഭയും മാത്രമേ ഉള്ളൂ, അല്ല കേരള കോൺഗ്രസ് ഉണ്ടാക്കിയില്ല. പക്ഷേ അവർ 64 നടന്ന തിരഞ്ഞെടുപ്പിൽ 25 സീറ്റ് പിടിച്ചില്ലേ? അത് ഈ കേരളത്തിൽ തന്നെ നടന്ന സംഭവമാണല്ലോ. അന്ന് പ്രമുഖരായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നല്ലോ. M. M. ഗോവിന്ദനാരുണ്ട്, DMS, OK ഗോപാലൻ, ഇവരെല്ലാം ഉണ്ടായിരുന്നല്ലോ. TV തോമസ് ഇങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും കേരള കോൺഗ്രസിൻ്റെ ഒരു ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് മധ്യ തിരുവിതാംകൂറാണ്. അപ്പോൾ മധ്യ തിരുവിതാംകൂറിൽ നന്നായിട്ട് ഊട്ടുപിടിക്കാൻ ക്രൈസ്തവ സഭയും നായർ സർവീസ് സൊസൈറ്റിയും കൂടെ ഒന്നിച്ച് നിന്നപ്പോൾ കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെയാണല്ലോ കേരള കോൺഗ്രസ് ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ രാഷ്ട്രീയ സാഹചര്യം അതായിരുന്നു. പിന്നീട് കേരളത്തിലുണ്ടായ ഒരു പാർട്ടി എന്ന് പറയുന്നത് NDP ആണ്. അത് NSSൻ്റെ നേതൃത്വത്തിലാണ് തുടങ്ങിയത്. സാമ്പത്തിക സംവരണം നടപ്പിലാക്കണം എന്ന് പറഞ്ഞ് NDP ഉണ്ടായി. അപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാൻ എന്ത് ചെയ്തു? SNDP യോഗത്തിൻ്റെ പരോക്ഷമായ പിന്നെ നേരിട്ട് വന്നില്ല, പരോക്ഷമായ പിന്നോടുകൂടി SRP ഉണ്ടാക്കി. അതിൻ്റെ ഫലം എന്താണ്? സാമ്പത്തിക സംവരണം വേണം എന്ന് പറയുന്ന NDP-കാരനെ ഒരു കാരണവശാലും സാമുദായിക സംവരണത്തെ തുടരുത്, സാമ്പത്തിക സംവരണം എന്ന് പറയുന്ന വാക്ക് തന്നെ അശ്ലീലമെന്ന് പറയുന്ന SRP-കാരനെ അപ്പുറവും ഇപ്പുറവും ഇരുത്തി കരുണാകരൻ ഭരിച്ചില്ലേ? അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രസക്തി, ഇത്രയേ ഉള്ളൂ. അപ്പം എന്നോട് ചോദിച്ച ചോദ്യം തരൂരിൻ്റെ കാര്യമാണ്. അപ്പം തരൂരിൻ്റെ 2 തരത്തിൽ മഹാരാഷ്ട്രയിൽ അദ്ദേഹം പുതിയ അലയൻസ് ഉണ്ടാക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഒരുപാട് സാധ്യതയുണ്ട്. കാരണം വെച്ചാൽ ഈ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തോടെ ഇന്ത്യയിലെ യുവാക്കൾ, പ്രത്യേകിച്ച് യുവജനത ഒട്ടും ഈ രാഹുൽ ഗാന്ധി അംഗീകരിക്കുന്നില്ല. രാഹുൽ ഗാന്ധിയിലൊരു നേതാവിനെ അവർക്ക് കാണാൻ കഴിയുന്നില്ല. മോദിക്കൊരു ബദലാകാൻ രാഹുൽ ഗാന്ധിക്ക് ഈ ജന്മം കഴിയില്ല. അതിനുള്ള സ്റ്റഫ് രാഹുൽ ഗാന്ധിക്കില്ല. ഇവിടെ കുറേ അടിമകൾ പൊക്കിയെടുത്തുകൊണ്ട് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? പണ്ട് രാഹുൽ ഗാന്ധി വന്നപ്പോൾ രാജസ്ഥാനിലെ ഒരു കോൺഗ്രസ് MLA പറഞ്ഞു, ഈ ഡൽഹിയിലെ ആളുകളെല്ലാം കൂടെ ഒരു കഴുതയെ കുതിരയെന്ന് പറഞ്ഞിട്ട് പൊക്കിയെടുത്തുകൊണ്ട് അലങ്കരിച്ചുകൊണ്ട് നടക്കുകയാണെന്ന്. അപ്പോൾ തന്നെ അയാളെ പുറത്താക്കി. അല്ലെ രാഹുൽ ഗാന്ധി എന്നേ പറഞ്ഞില്ല. അപ്പോൾ കോൺഗ്രസ്സുകാരുടെ മനസ്സിൽ അത്രയും വലിയ വിട്ടിത്തം ലോകത്താരേലും കാണിക്കുമോ? അയാൾ പറഞ്ഞു ഡൽഹിയിൽ ആരൊക്കെയോ ഒരു കഴുതയെ കുതിരയും മണ്ണാണ്. അപ്പോൾ അവർ പറഞ്ഞ് ഈ ഡൽഹിയിൽ ഒരു കഴുതയെ കുതിരയാക്കാന്നെങ്കിൽ അത് ഞങ്ങളുടെ ദേശീയ നേതാവ് രാഹുൽ ഗാന്ധി അല്ല, വേറെ ആരും ഇല്ല എന്ന് പറഞ്ഞ് അയാളെ പുറത്താക്കി. ഞാൻ പറഞ്ഞു വന്നത്, ഈ ശശി തരൂരിന് അനുഗുണമായ അല്ലെങ്കിൽ അനുകൂലമായ ഒരു സാഹചര്യം ഉള്ളത് ഖാർഗെക്കെതിരായിട്ട് അദ്ദേഹം മത്സരിച്ചില്ലേ? ആ ഖാർഗെക്കെതിരായിട്ട് മത്സരിച്ചപ്പോൾ ഇന്ത്യ എല്ലാ ഭാഗത്തു നിന്നും അദ്ദേഹത്തിന് വോട്ട് കിട്ടി. ഒരു പക്ഷേ വളരെ ശക്തമായി
ശശി തരൂർ ഇതുമായി മുന്നോട്ട് വന്നാൽ തെലങ്കാനയിലെ രേവന്ത് റെഡ്ഡിയും ആന്ധ്രാപ്രദേശിലെ പിന്നെ ജഗ്മോഹൻ റെഡ്ഡിയും ഇവരൊക്കെ മാറി ഇവൻ ചന്ദ്രശേഖർ റാവു പോലും കൂടി വന്നെന്ന് പറയാം. ചന്ദ്രശേഖർ റാവുവിന് വലിയ രാഷ്ട്രീയ മോഹമുള്ള ആളാണല്ലോ. അപ്പോൾ തെലങ്കാന രാഷ്ട്രസമിതി, ഭാരത രാഷ്ട്രസമിതിയൊക്കെ ആക്കി മാറ്റിയ ആളാണ്. പ്രധാനമന്ത്രി കസേര സ്വപ്നം കാണും. തമിഴ്നാട് കോൺഗ്രസിൻ്റെ കാമരാജ് നാടാറെ പോലും പ്രഗത്ഭൻ ഭരിച്ചുകൊണ്ടിരുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. ആ തമിഴ്നാട്ടിലെ കോൺഗ്രസ്സിന് വേഗം വംശനാശം സംഭവിക്കുന്നു. കർണാടകത്തിലാണെങ്കിൽ DK ശിവകുമാറും സിദ്ധരാമയ്യയും തമ്മിലുള്ള സംഘർഷം മൂർച്ഛിക്കുന്നു. അങ്ങനെ വന്നാൽ ശശി തരൂരിൻ്റെ നേതൃത്വത്തിൽ അഖിലേന്ത്യാ തലത്തിൽ തന്നെ ഒരു കോൺഗ്രസ് രൂപം കൊണ്ടുവന്നാൽ ശക്തമായൊരു പ്രതിപക്ഷമാകാനുള്ള ഒരു സ്പേസ് അവർക്കുണ്ട്. അതൊരു നല്ല കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം എപ്പോഴും ജനാധിപത്യത്തിനെ സർഗാത്മകമാക്കുന്നത് ശക്തമായ പ്രതിപക്ഷമാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ്സിന് അതിന് കഴിയുന്നില്ല. കാരണം കഴിയുന്നില്ല, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം തന്നെ വളരെ വീക്കാണ്. അപ്പോൾ നല്ലൊരു പ്രതിപക്ഷ നേതാവാകാൻ ശശി തരൂരിന് കഴിയും. ഇവൻ ശശി തരൂർ അത്ര ഒരു മൂവ്മെൻറ്റുമായിട്ട് വന്നാൽ കേരളത്തിലെ RSP അതുമായിട്ട് ചേരത്തില്ലെന്ന് നമുക്ക് പറയാനപ്പോൾ, CPI അതിനുമായിട്ട് ചേർത്തില്ലെന്ന് പറയാനപ്പോൾ. അപ്പോൾ നാളത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അത്ര ഒരു അഖിലേന്ത്യാ പാർട്ടിക്ക് രൂപം കൊടുക്കാൻ ശശി തരൂർ തയ്യാറായാൽ അതിനാദ്യത്തെ റിഫ്ലക്ഷൻ ഉണ്ടാകുന്നത് കേരളത്തിലായിരിക്കും. കാരണം 2026 കേരളത്തിലെ തിരഞ്ഞെടുപ്പ് നടക്കുക. താങ്കളുടെ പോയിന്റ് ക്ലിയറാണ്. പക്ഷേ കേൾക്കുന്ന മറ്റൊരു കാര്യം, തരൂർ രാഷ്ട്രീയമൊക്കെ മതിയാക്കുന്നു. അദ്ദേഹം US പെട്ടിയെടുത്തു കഴിഞ്ഞു, അവിടെ നിന്ന് പോകുന്നു. മോദിയുടെ പിന്തുണയോടുകൂടി UN ഒരു സുരക്ഷിത ലാവണം അദ്ദേഹം പറഞ്ഞുറപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ കേൾക്കും. ശരിയാണ്, അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പോൾ ശശി തരൂർ പിന്നെ UN പോവുകയും സെക്രട്ടറി ജനറലായിട്ട് മത്സരിക്കാൻ അദ്ദേഹത്തിനെ നരേന്ദ്രമോദി സപ്പോർട്ട് ചെയ്യുകയും ചെയ്താൽ, നരേന്ദ്രമോദി സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ UN ഇന്ന് കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഐക്യരാഷ്ട്ര സംഘടനയിലെ 1-2 രാജ്യങ്ങൾ ഒഴിച്ച്, ഇപ്പം ചൈന, പാകിസ്ഥാൻ, ടർക്കി, ഇങ്ങനെ പിന്നെ അർമേനിയ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ചില ചെറിയ രാജ്യങ്ങൾ, അവരൊക്കെ ഒഴിച്ച് ബാക്കി ഈ ഐക്യരാഷ്ട്രസഭയിലെ ബഹുഭൂരിപക്ഷം രാജ്യങ്ങളും മോദിയിലൊരു ലോക നേതാവിനെയാണ് കാണുന്നത്. അപ്പോൾ അദ്ദേഹം ശശി തരൂരിനെ പ്രപ്പോസ് ചെയ്യും. നേരത്തെ അണ്ടർ സെക്രട്ടറി ജനറലായിട്ടുന്ന ശശി തരൂർ ആ സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ അമേരിക്ക തീരുമാനിക്കുകയാണ് ചെയ്തത്. അമേരിക്കയുടെ ആണല്ലോ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ട്രംപ് ഈ നിർദ്ദേശത്തെ സ്വാഗതം ചെയ്താൽ സ്വാഭാവികമായിട്ട് ഏഷ്യയിൽ നിന്ന് വരുന്ന ഒരാളിനെ ചൈന എതിർക്കാൻ സാധ്യതയില്ല. ഒരു ഐക്യരാഷ്ട്ര സംഘടനയിൽ ഒരു സമവായമുണ്ടായി ശശി തരൂരിന് കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ കാരണം മോദിയുടെ സാന്നിധ്യമാണ്. മോദി അങ്ങനെ വിചാരിച്ചാൽ മോദി വിചാരിച്ചാൽ നടക്കും. ഇപ്പം എന്തായാലും ഒരുപക്ഷെ ശശി തരൂരിനേക്കാളും നരേന്ദ്രമോദിയെക്കാളും ഇത് ആഗ്രഹിക്കുന്ന ചിലപ്പോൾ ഒരുപക്ഷെ രാഹുൽ ഗാന്ധി ആയിരിക്കും. ആ വഴി അങ്ങ് പോകുമല്ലോ, അതോടുകൂടി പാർട്ടിയിലുള്ള പ്രശ്നങ്ങളും തലവേദനയെല്ലാം ഒഴിവാകും എന്നായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം കരുതുന്നത്. ശരിയാണോ? അല്ല, കൊള്ളാവുന്ന ഒരു തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്തു വിട്ടാൽ നമുക്ക് ഈ കാട്ടാളിൽ കാപ്പിരി കാമദേവൻ എന്ന് പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധി കുറച്ചുകൂടെ ഇത് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും. നമുക്ക് നോക്കാം എന്താണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുള്ള തീരുമാനം എന്നുള്ളത് നമുക്ക് നോക്കാം. തരൂരിൻ്റെ നീക്കങ്ങൾ നമുക്ക് വിലയിരുത്താം. ശേഷം ചർച്ചകളാം. നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.